ഇത് കേരള കോൺഗ്രസ് എന്നുള്ളതൊന്നുമല്ല. നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആവർത്തനം അല്ല കേരള സംസ്ഥാനത്ത് മറ്റൊരു തെരഞ്ഞെടുപ്പ്. ചരിത്രമെടുത്ത് പുറകോട്ട് നോക്കിയാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ഒരു തരത്തിൽ പറഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുള്ള റിസൾട്ട് അനുസരിച്ചല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. പലപ്പോഴും പ്രാദേശിക തെരഞ്ഞെടുപ്പ് പ്രാദേശികമായി തന്നെയാണ്. ഇവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കുമ്പോൾ അവിടെ ഒരു തരത്തിൽ പറഞ്ഞാൽ ജില്ലാ പഞ്ചായത്ത് രാഷ്ട്രീയം ആയിട്ട് മുന്നോട്ട് പോകും. ഇവിടെ നമുക്ക് 7 ജില്ലകളിൽ ജില്ലാ പഞ്ചായത്ത് LDFനും 7 ജില്ല UDFനുമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോഴും ഈ പറഞ്ഞ LDF നെക്കായിട്ട് തന്നെ നിൽക്കുകയാണ്. കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് പാർട്ടി പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് എൻ്റെ സ്വന്തം സ്ഥലമായ പാലായും ചുറ്റുപാടുമുള്ള അല്ലെങ്കിൽ കോട്ടയം ജില്ലയുമായി ബന്ധപ്പെട്ടാണ്. കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ പ്രാവശ്യം 5 ജില്ലാ പഞ്ചായത്തിലാണ് ജയിച്ചത്. അതിൽ 3 പാലാ നിയമസഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഞാൻ പ്രാദേശികമായി പറയുന്നത് ശരിയല്ല, പക്ഷെ ചോദിച്ചുകൊണ്ട് നിങ്ങൾ ചോദിക്കുമ്പോൾ അതിൻ്റെ ഉന്നം വെക്കുന്നത് അവിടെയാണ് എന്നറിഞ്ഞുകൊണ്ട് മാത്രം ഞാൻ പറയുന്നതേ ഉള്ളൂ. ആ 5 ജയിച്ചതിൽ ഈ പ്രാവശ്യം 4 ജയിച്ചത്. അതിൽ 1 പരാജയപ്പെട്ടു. ആ 1 100 വോട്ടിനാണ് പരാജയപ്പെട്ടതും. അതിൻ്റെ ഇലക്ഷൻ കേസുമായി ബന്ധപ്പെട്ട് പോട്ടെ, എന്തായാലും നമ്മൾ പരാജയപ്പെട്ടു എന്നിട്ട് ഈ 3 കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച പാലാ നിയമസഭാ മണ്ഡലത്തിൽ ഇപ്പോഴും നമ്മൾ 3 തന്നെ ജയിച്ചിരിക്കുക. ചില മേഖലയിൽ ഏറ്റക്കുറവുകളുണ്ട്, ബ്ലോക്കുമായി ബന്ധപ്പെട്ടുണ്ട്. അതൊക്കെ കൂടുതലും പാലാ നിയമസഭാ മണ്ഡലത്തിൽ 44 ഗ്രാമപഞ്ചായത്താണ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്. പക്ഷേ ഈ പ്രാവശ്യം 47 ജയിച്ചത്. അപ്പോൾ അതിനകത്തുള്ള ഏറ്റക്കുറവുകൾ തീർച്ചയായിട്ടും കേരള സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യക്കുണ്ടായിട്ട് ഞങ്ങളെ വിലയിരുത്തി. ആ വിലയിരുത്തിയത് എങ്ങനെ പരിഹരിച്ച് അല്ലെങ്കിൽ എവിടെയാണ് പോരായ്മകളുള്ളത് തിരുത്തി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതിൽ നിന്ന് ടോട്ടലി ഒരു വ്യത്യസ്തമായ ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആവർത്തനം മറ്റൊരു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇത് കണ്ടിട്ടില്ല. ജോസഫ് ഗ്രൂപ്പിനെ ഞാൻ സൂചിപ്പിച്ചത് മറ്റൊന്നുമല്ല, ഒരു രക്തത്തിൻ്റെ ഭാഗമാണ്, ഞങ്ങളുടെ രക്തത്തിൻ്റെ ഭാഗമാണ് അവിടെ കിടക്കുന്നത്. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും, എങ്ങനെയാണ് അത് ഉണ്ടാകുന്നതെന്നും. ആ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ കേരള കോൺഗ്രസ് തറവാട്ടിലേക്കല്ല, അല്ലാതെ ഞാൻ അങ്ങ് ക്ഷണിച്ചെന്നേ ഉള്ളൂ. അത് LDF ആയിട്ടോ ഒന്നുമല്ല, കേരള കോൺഗ്രസ് എന്നുള്ളൊരു വ്യക്തി അല്ല, കേരള കോൺഗ്രസ് എന്നൊരു പാർട്ടി എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞു. ഇനി അവർക്കവിടെ സന്തോഷമാണെങ്കിൽ അവരവിടെ നിന്നോട്ട്, പക്ഷെ സൂക്ഷിച്ചോണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ സാധാരണ രീതിയിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു സ്ട്രാറ്റജി അവർക്കുണ്ട്. അവരൊക്കെ ഇങ്ങനെയൊക്കെ വെച്ച് കുറച്ച് ബഹളമൊക്കെ ഉണ്ടാക്കാറ് എപ്പോഴും ഉള്ളതാണ്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ളപ്പോഴും ഉള്ളതാണ്. അതൊക്കെ അതിൻ്റെ ഒരു സമ്മർദ്ദ തന്ത്രം എന്നുള്ളത് ജനത്തിനറിയാം. ഈ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ടാണോ നിങ്ങൾ പറയുന്നത്? അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് എന്താണ് അതിനകത്ത് എന്തെന്ന് ചോദിച്ചാൽ, അതിനകത്ത് 4% അത് ഭിന്നശേഷിക്കാർക്ക് കൊടുക്കണമെന്ന് സുപ്രീം കോടതി ഇത് വിധി വെച്ചുകൊണ്ട് നമുക്ക് വരികയും ആ തീരുമാനം അനുസരിച്ച് NSS അവിടെ ഈ പറഞ്ഞ സുപ്രീം കോടതി പോയി അവർക്ക് മാത്രമായി അവർക്ക് ഒരു അനുവാദം ലഭിച്ചു. അത് സർക്കാർ മുന്നോട്ട് വെക്കുകയും അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷേ അതേ മാതൃകയിൽ നമുക്ക് ചെയ്യണം എന്നുള്ളതാണ് ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിൻ്റെയും അതേ മാതൃകയിൽ തന്നെ ചെയ്യണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. പക്ഷേ സുപ്രീം കോടതി കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെയ്യാം, പക്ഷേ വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ദി സുപ്രീം കോർട്ട്. അതുമാത്രമല്ല, 100 കണക്കിന് ആളുകൾ, കോർപ്പറേറ്റ് മാനേജ്മെൻ്റ് അല്ല, 100 കണക്കിന് ആളുകൾ അവിടെ SLP ആയിട്ട് സുപ്രീം കോടതി പോയി. ഒറ്റയ്ക്ക് സിംഗിൾ മാനേജ്മെൻറ്റ് പലരും പോയി. അപ്പോൾ അങ്ങനെ അത് പെൻഡിങ്ങിൽ നിൽക്കുമ്പോൾ അതൊരു സർക്കാരിന് നേരിട്ട് ആ തീരുമാനത്തിലേക്ക് പോകാൻ കഴിയില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഞാനും സർക്കാരുമായി, ഞങ്ങളുടെ കേരള കോൺഗ്രസ് പാർട്ടിയും
വിദ്യാഭ്യാസ വകുപ്പുമായി സംസാരിക്കുകയും മന്ത്രിയുമായി സംസാരിക്കുകയും മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് കൃത്യമായി, എൻ്റെ കയ്യിൽ അതിൻ്റെ കോപ്പി ഇരിപ്പുണ്ട്, കൃത്യമായി ഒരു അഫിഡവിറ്റ് സുപ്രീം കോടതിയിൽ കൊടുത്തു. ആ സുപ്രീം കോടതിയിൽ കൊടുത്തത് NSSന് എങ്ങനെയാണോ കൊടുത്തത് അതേ മാതൃകയിൽ തന്നെ അത് ഈ പറയുന്ന മറ്റ് മാനേജ്മെൻറ്റും കൊടുക്കണം എന്ന് പറയുകയുണ്ടായി. അതേ സമയത്ത് തന്നെ ഭിന്നശേഷിക്കാർക്ക് എത്രയാണോ കൊടുക്കേണ്ടത് അത് ഫില്ല് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ചിലപ്പോൾ ആളിനെ കിട്ടാതെ വരികയും അങ്ങനെയൊക്കെ വരുന്നില്ലെങ്കിൽ ആ ഭാഗം എത്രയാണോ റിസർവേഷൻ വെച്ചുകൊണ്ട് അത് ഫില്ല് ചെയ്യരുത്, ബാക്കിയുള്ളത് ജനറൽ പൂളിലുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കട്ടെ എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഹിയറിംഗ് ഉണ്ടായിരുന്നു. ആ ഹിയറിംഗ് ഇപ്പോൾ അടുത്ത ഒരു 1-2 ആഴ്ചത്തേക്ക് മാറിപ്പോയി. അതിൻ്റെ പോസ്റ്റിംഗ് വരെ അവിടെ നിന്നൊരു ക്ലിയറൻസ് കിട്ടിയാൽ ഉടനെ സർക്കാരിന് ചെയ്യാനുള്ളത്. പക്ഷേ ചെറിയൊരു കൺഫ്യൂഷൻ അത് നമുക്ക് തന്നെ ചെയ്യാൻ മേലെ എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ചെയ്താൽ, ഞാൻ അത് AGയോടും കൂടെ സംസാരിച്ചു, അത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആകുന്നത് കൊണ്ടാണ് അതിനകത്ത് ക്ലിയർ ആയിട്ട് അവസാനത്തെ ഒരു വാക്ക് പറയുന്നത് ഓൺ കംപ്ലീഷൻ ഓഫ് ഈ പറഞ്ഞ ഡിസബിലിറ്റി ഉള്ള ആളുകളുടെ അപ്പോയിൻമെൻറ്റ് എന്നുള്ളതാണ് എൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ. ഞാനുൾപ്പെടെ MLA-മാരുൾപ്പെടെ എല്ലാവരും അത് പാർട്ടി തീരുമാനിച്ചു. കഴിഞ്ഞ ഒരു 2-3 മാസത്തിന് മുമ്പ് മലയോര മേഖലയിലെ കർഷകർക്ക് യാത്രയൊക്കെ നടത്തിയിരുന്നു. പത്തനംതിട്ട ജില്ലയാണ് ഏറ്റവും കൂടുതൽ വന്യമൃഗങ്ങളൊക്കെ ഉള്ള ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു കാര്യമുള്ള സിറ്റിംഗ് MLA ഒക്കെ ഞങ്ങളുടെ ധാരണയിൽ എല്ലാവരും അവർ തന്നെ മത്സരിക്കും. വന്യമൃഗ ശല്യം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ജില്ലയാണ് പത്തനംതിട്ട. MP ആണെങ്കിൽ ഒരു 2-3 മാസം മുമ്പ് അതിനോട് യാത്ര നടത്തിയിരുന്നു. കേന്ദ്രം എങ്ങനെയാണ് അതിലേക്ക് നോക്കിക്കാണുന്നതിന്റെ ശാശ്വതമായിട്ടുള്ളൊരു ഏതാ വന്യമൃഗം? വന്യമൃഗത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായി ഇത് ഇവിടെ MLA ഇരിപ്പുണ്ട്. ഞങ്ങൾ എല്ലാവരും പോയി. അന്ന് ഞങ്ങൾ ഡൽഹിയിൽ പോയി. അവിടെ പോയി ഞങ്ങൾ മന്ത്രിയെ കണ്ടു, വനംവകുപ്പ് മന്ത്രിയെ കണ്ടു. അവിടെ അവരുമായി 1.25 മണിക്കൂർ സംസാരിച്ചു. ഈ നിയമം വന്നത് കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. അതിനകത്ത് ആ നിർവചനത്തിൽ വന്യമൃഗത്തിനെ സംരക്ഷിക്കേണ്ടത് എവിടെയാണ് എന്ന് അവർ പറഞ്ഞില്ല. വാസ്തവത്തിൽ വന്യമൃഗത്തിനെ സംരക്ഷിക്കേണ്ട വനത്തിനകത്താണ്. ഇത് പുറത്തേക്ക് വരുമ്പോൾ സംരക്ഷിക്കാൻ പോകുന്നു. അപ്പോൾ എന്ത് പറ്റി? നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഇമ്പോർട്ടൻസ് പോയി. അവിടെ സംരക്ഷണം നമുക്കല്ല. അതാണ് എൻ്റെ വിഷയം. പക്ഷേ അതിനൊരു ഭേദഗതിയാണ് വേണ്ടത്. ആ ഭേദഗതി അവർ ചെയ്യാൻ തയ്യാറാകാത്തത് കൊണ്ട് സംസ്ഥാന സർക്കാർ ചെയ്തു. പക്ഷേ ഇത് കേന്ദ്രത്തിൻ്റെ ഒരു നിയമമായതുകൊണ്ട് അത് പ്രസിഡൻ്റ് അസൻറ്റ് വേണം. ആ അസൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് പുറത്തേക്ക് വരുന്ന വന്യമൃഗത്തിനെ വെടിവെച്ച് കൊല്ലാം എന്നുള്ളതാണ്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ ശബരിമല കേസില് പറയാതെ തന്നെ KC വേണുഗോപാലിനെ സൂചിപ്പിച്ചിട്ട് അതേ അഭിപ്രായം തന്നെയാണോ അങ്ങേക്കോ? LDF ഒരു അഭിപ്രായം പറഞ്ഞല്ല, അങ്ങനെ തന്നെ എൻ്റെ അല്ലേ? എന്തോ തന്ത്രിയകത്തായി മന്ത്രി പുറത്താണ്. ഏത് അല്ല മന്ത്രി അത് ഏത് കാലത്തെയാണോ, പണ്ട് കാലത്തെയാണോ, ഏത് കാലത്തെ ഒക്കെ അതാണോ? ഇതെല്ലാം ചെല്ലുന്നത് എവിടെയാണ് എന്ന് കൃത്യം പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു വ്യക്തമായ ഒരു കാര്യം കഴിഞ്ഞ ദിവസം ദേവസ്വത്തിൻ്റെ ആ ബെഞ്ച്, കോടതിയിലുള്ള ബെഞ്ച് കൃത്യമായിട്ട് പറഞ്ഞു, ഇത് സങ്കീർണമാണ്, ഞങ്ങൾ ഒരാളെ പോലും രക്ഷപ്പെടുത്തത്തില്ല, കുറ്റം ചെയ്തവനെ അകത്താക്കുമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിന് പൂർണ്ണ സപ്പോർട്ട് സർക്കാർ ചെയ്യുന്നുണ്ട്. കൃത്യമായ ഏറ്റവും നല്ല ഓഫീസറിനെ വെച്ചിട്ടാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പോകുന്നത്. അത് കൃത്യമായിട്ട് പോയിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. അത് വളരെ നമുക്കറിയാം, നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും വികാരമുള്ള ഒരു കാര്യമാണ് ശബരിമല. അത് ശബരിമല ഹൈന്ദവരുടെ മാത്രമല്ല, എല്ലാ ദൈവവിശ്വാസികളുടെയും എല്ലാവരുടെയും ഒരു ആവശ്യമാണ്. അത് യാതൊരു സംശയവുമില്ല, ഒരു വിട്ടുവീഴ്ചയുമില്ല. എത്രയോ ആധികാരികമായും എത്രയോ സ്ട്രോങ് ആയിട്ടാണ് മുഖ്യമന്ത്രി ഇന്നലെ സംസാരിച്ചത്.